ഞങ്ങൾ പറയല്ല, അലവി സഖാഫിയ പറയുന്നത്. എന്റെ ചെറുപ്പത്തിൽ 63 വകയായിരുന്നു, ഇപ്പൊ വക കൂടി 1000 കവിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അത് പറയുന്നത് കേട്ടോളി. എന്നിട്ട് നമുക്ക് അതിലൊരു വിശദീകരണം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം. എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് നമുക്കറിയാം, മൗലിദ് കിതാബ് ഏറ്റവും വലിയ മൗലിദ് കിതാബ് എന്നാണ് 66 വക മൗലിദ് കിതാബ്. എന്റെ ഒക്കെ ഓർമ്മയിൽ ഏറ്റവും വലിയ മൗലിദ് കിതാബ് അതായത്. ഇന്നിപ്പോൾ മൗലിദ് കിതാബ് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഓരോ വകകൾ ഇങ്ങനെ കൂടുകയാണ്. ഏതാ ഓരോ വക 63 കഴിഞ്ഞു, 111 വക, 222 വക, 333 വക, 444 വക, 555 വക, ഇങ്ങനെ ഒരുപാട് വകകളാണ്. ഞാൻ മുതാലിമായി ആയ സന്ദർഭത്തിൽ എള്ളിയിൽ വലിയൊരു മൗലിദ് കിതാബ് വാങ്ങിയതാണ്. 333 വക. അന്നിതാണ് ഏറ്റവും വലുത്. ഇപ്പൊ ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. അപ്പൊ 1111 വക, 2222 വക, 3333 വക, ഇങ്ങനെ ഒക്കെ ഒരേ വക നമ്മൾ കൂട്ടിയതൊന്നല്ലോ, നിങ്ങൾ കൂട്ടിയതന്നല്ലേ. നിങ്ങൾ ഓരോരുത്തർക്കും ലൈസൻസ് കൊടുത്തു. മൗലിദ് പറഞ്ഞ ഏർപ്പാടുണ്ടോന്ന് ചോദിച്ചു. മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗദ്യമായോ പദ്യമായോ ഗദ്യപദ്യ സമ്മിശ്രമായോ മഹാന്മാരുടെ മധുഹുകൾ പറയുക. അതിന് വല്ല അതിർത്തിയുണ്ടോ? എത്രയെത്ര മഹാന്മാർ, ഓരോ മഹാൻ മരിച്ചു തീരുമ്പോഴും മൗലൂദ് ഇങ്ങനെ കൂടും. ഈക്ക മരിച്ചു, ഈക്കേന്റെ മൗലിദ്. ഇനി കാന്തപുരം മരിച്ചാ കാന്തപുരം മൗലിദ്, അലവി മരിച്ച അലവി മൗലിദ്. ഇങ്ങനെ വണ്ണം വെക്കല്ലത്, തലയണ വലിപ്പത്തിലാകല്ലേ. മഹാന്മാര് പെരുകിക്കൊണ്ടിരിക്കല്ലേ. മഹാന്മാർ വല്ല മധുഹിന് വല്ല അറ്റോണ്ടോ? അത് നിർത്താൻ പറ്റുമോ? അത് ഏതാ യഥാർത്ഥം? ഇത്ര കൊല്ലം വരെയുള്ളോലെ മധുഹേ പറഞ്ഞുവിടുന്നുണ്ടോ? എന്താണ് മുസ്ലിയാരെ നിങ്ങൾ തന്നെ? നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോ മനം പെരട്ടൽ വരുന്നുണ്ട്. സംഗതി എന്താണെന്നറിയോ? മൗലിദ് കിതാബ് ഓരോന്നും എടുത്തിട്ട് നമ്മളിങ്ങനെ കവലകൾ തോറും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോ മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പൊ പറയാണ് ഞങ്ങൾ ഇതൊന്നും ഞങ്ങൾ ആ പഴയ 63 അംഗീകരിക്കുള്ളൂ. ഇപ്പൊ മർക്കസിലെ ഒരു സഖാഫിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് സഹിഹാക്കി ഇറക്കിയതുകൊണ്ട് 300 ചില്ലാനം. എന്റെ കുട്ടിക്കാലത്ത് 63. അതെങ്ങനെ വന്നു? അതിന് ഈ അടുത്ത കാലത്ത് മരിച്ച ചില ആളുകളെ മൗലിദില്ലേ, അതാരുൾപ്പെടുത്തിയതാ? മൗലൂദിന്റെ പ്രത്യേകത തന്നെ ഉണ്ടാക്കിയവന്റെ പേരുണ്ടാവില്ല എന്നുള്ളതാ, അഡ്രസ് ഉണ്ടാവില്ല. അപ്പൊ ഏത് ജൂതനും എന്ത് ചെയ്യാ? കാലാകാലങ്ങളിൽ കൂട്ടാ. എവിടെ ഇതിന്റെ അഡ്രസ്? ആരോടാ ചോദിക്കുക? ആർക്കാ പകർപ്പവകാശം? ഒന്നുമില്ല.